നോമ്പ് മൂന്നാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്വർഗരാജ്യത്തിലെ വലിയവൻ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലസിദ്ധി നഷ്ടമാക്കുന്നത് സ്ഥാനമോഹം, വിഭാഗീയത തുടങ്ങിയവയാണ്. താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് നാവെടുക്കും മുമ്പ് തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കത്തിലാണ് ശിഷ്യർ ഏർപ്പെടുന്നത്. ഒരു കുട്ടിയെ ബാധിച്ച അശുദ്ധാത്മാവിനെ ഒഴിവാക്കാൻ പരാജയപ്പെട്ട് നാണം കെട്ടിരിക്കുന്ന സാഹചര്യത്തിലുമാണ് വഴിയിൽ വച്ച് ഈ തർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നത് പരിതാപകരം തന്നെ. മറ്റുള്ളവർ കേൾക്കുന്നു, കാണുന്നു എന്ന ഔചിത്യബോധം നഷ്ടപ്പെട്ടവർ എങ്ങനെ യേശു ശിഷ്യരെന്ന് വിളിക്കപ്പെടും? കഫർനാമിലെ വീട്ടിലെത്തിയപ്പോൾ അവൻ ഇരുന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നത് കാര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. ഏതായാലും തർക്കത്തിനൊന്നും മുതിരാതെ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞാലെന്ന പോലെ അവർ തലകുനിച്ച് മൗനം ഭജിച്ചു നിന്നു. അവൻ പറഞ്ഞു, താൻ സ്ഥാപിക്കാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ ശുശ്രൂഷയാണ് അധികാരത്തിന്റെ അടയാളം. ഡീക്കൻ പദവി എന്നൊക്കെ പറയുന്നതിനെയാണ് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്വമനസാലെയുള്ള വേലയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായ ദൈവപുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യം സിദ്ധിച്ചവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ് ഈ സൗജന്യ ശുശ്രൂഷ. വലിയവനാകുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ സ്വന്തം താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് മുൻതൂക്കം നൽകുമ്പോൾ അതിൽ ആത്മീയത വന്നെന്നറിയും. മറ്റുള്ളവരുടെ ഉന്നമനം എന്ന തരക്കാരോടല്ല, ആരും വിലമതിക്കാത്ത സമൂഹത്തിൽ സ്ഥാനമോ സ്വന്തം കഴിവോ ഇല്ലാത്ത ശിശുക്കളെ പോലെയുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷയാണ് ക്രൈസ്തവത. ദൈവമായിരുന്നിട്ടും വെറും സൃഷ്ടിയാണ് മനുഷ്യനോട് യേശു കാട്ടിയ ശുശ്രൂഷയാണ് ഇതിന്റെ മാതൃക.